സഹൃദയരെ, കലാസ്നേഹികളെ, ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട എന്നോ എപ്പോഴോ സ്മൃതിപഥത്തിലേക്ക് മറഞ്ഞുപോയ ഏരുവേശിയുടെ നാടക പാരമ്പര്യത്തെ ഒരു കുഞ്ഞു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിൽ ഓർത്തെടുക്കാനുള്ള ഒരു ശ്രമം. സ്വച്ഛമായി ഒഴുകുന്ന ഏരുവേശിപ്പുഴയുടെ തീരത്ത് സർവാഭീഷ്ട വരദായിനിയായി നിലകൊള്ളുന്ന പാടിക്കുട്ടിയമ്മയുടെ തിരുനടയിൽ ഏരുവേശി നാടക സമിതി അഭിമാനപൂർവം ആരംഭിക്കട്ടെ. സമ്മോഹനം. സമൂഹനത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഉണ്ണികൃഷ്ണൻ മുയപ്ര, ജിഞ്ചു രാജേഷ് എരുവേശി, അനീഷ് കെ എരുവേശി, രാജേഷ് പറമ്പൻ, സതീഷ് ചന്ദ്രൻ മുയിപ്ര, പ്രതീഷ് കാവുമ്പായി, പ്രഭാകരൻ പൂപ്പറമ്പ്, മാരി സാധിക, മനോജ് KP. ചായവും ചമയവും ജയൻ എരുവേശി. വസ്ത്രാലങ്കാരം ചിലങ്ക കോസ്റ്റ്യൂംസ് ശ്രീകണ്ഠപുരം. സാങ്കേതിക സഹായം നകുൽ എരുവേശി. നാടകരചന സംവിധാനം രഘുത്തമൻ PK. എരുവേശി നാടകവേദിയുടെ സമ്മോഹനം ഈ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരം നൽകിയ എരുവേശി ശ്രീ പാടിക്കുട്ടി ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്കും ഭാരവാഹികൾക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. പാഹിമാ രാമ 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 പാഹിമാ. രാഘവ മനോഹര മുകുന്ദ രാമ പാഹിമാ. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമാ. രാമ 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 പാഹിമാ. രാമ 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 പാഹിമാ. മോളെ, അമ്മ എവിടെ? ഭക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരി അകത്തെന്താ ഇത്ര പണി? സന്ധ്യാനേരത്ത് നാമം ജപിച്ചുകൂടെ? എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. ഇന്ത്യ സർവത്ര വർജിതേ എന്നാണ്. സന്ധ്യാസമയം നാമം ജപിക്കാനുള്ളതാണ്. എന്തു പറഞ്ഞിട്ടെന്താ? ഇവിടെ അപ്പോഴാണ് 100 കൂട്ടം പണി. സുഹൃതക്ഷയം. മാനവാശിഖമണേ മുകുന്ദ രാമ പാഹിമാ. രാമ 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 പാഹിമാ. രാമ 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 പാഹിമാ. നിൻചരിതമോതുവാൻ നിനവിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹിമാ. രാമ 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 പാഹി മാം.
സദാ ശിവ നമഃ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമ 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 പാഹി മാം രാമ 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 പാഹി മാം. ഉണ്ണി ഇനിയും വന്നില്ലേ? വന്നില്ല, വരാനാവുന്നതേ ഉള്ളൂ. ആൽത്തറയിൽ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നുണ്ടാവും. ഇവിടെ വന്നാൽ ആ കുട്ടിക്ക് സ്വൈര്യം കൊടുക്കില്ലല്ലോ. ഓഹോ, അംഗത്തിനുള്ള പുറപ്പാടാണോ? ഓമനിച്ചും താലോലിച്ചും താൻ ഒരാളാണ് അവനെ ഇങ്ങനെ നിഷേധിയാക്കിയത്. ശരിയാണ്, എല്ലാ കുറ്റവും എന്റേതാണ്. മിടുക്കനായിരുന്നു എൻ്റെ കുട്ടി, പഠനത്തിലും കലയിലും കളിയിലും ഒക്കെ. പക്ഷേ കിരീടം വെക്കാത്ത രാജാവിൻ്റെ മകനായി പോയി അവൻ. കൂച്ചുവിലങ്ങ് വെച്ചല്ലേ നിങ്ങൾ അവനെ വളർത്തിയത്? പ്രതാപത്തിൻ്റെയും തറവാടിത്തത്തിൻ്റെയും പേര് പറഞ്ഞ് നല്ല നല്ല ജോലികൾ കിട്ടിയിട്ടും പോകാൻ വിട്ടില്ല. 10 വർഷം അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. ഇപ്പോഴാണ് എൻ്റെ കുട്ടി ശുദ്ധമായി ശ്വസിക്കുന്നത്, ആളുകളോട് മിണ്ടുന്നത്, ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയത്. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കാം. ഉണ്ണി, ഇന്ന് വക്കീലിനെ കണ്ടോ? കേസിന്റെ കാര്യം സംസാരിച്ചോ? ഇപ്പോൾ എൻ്റെ ജോലി അതാണല്ലോ, വക്കീലാഫീസ് നിരങ്ങൽ. അത് വളരെ ഉത്തരവാദിത്തോടെ തന്നെ ചെയ്തു. പക്ഷേ വിധി വരുന്നതിന് മുന്നേ വക്കീൽ ഫീസ് മുഴുവൻ കൊടുത്തു തീർക്കാൻ പറഞ്ഞു. കേസിൻ്റെ കാര്യം നേരിട്ട് സംസാരിക്കാൻ വക്കീൽ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അമ്മേ, എനിക്കുള്ള വിഭവസമൃദ്ധമായ അത്താഴം വിളമ്പൂ, വിശക്കുന്നു. വന്നോളൂ, മക്കൾ കഴിച്ചു തുടങ്ങി. ചൂടാറുന്നതിന് മുമ്പേ കഴിക്കാം. എന്താ ഉണ്ണിയേ, നീ ഒട്ടും കഴിച്ചില്ലല്ലോ. ഇത്ര പെട്ടെന്ന് കൈ കഴുകിയോ? പടിപ്പുരവാതിൽ അടച്ചിട്ട് വരാം. തഴപ്പഷ്ണിക്കാരുണ്ടോ? 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 എന്താ അമ്മേ, അത്താഴ പ്രശ്നക്കാരെ വിളിക്കുന്നതിന് ഇപ്പോൾ പഴയ ശൗര്യമൊന്നുമില്ലല്ലോ. കേട്ടിട്ട് അബദ്ധത്തിൽ പോലും ആരും ഇങ്ങോട്ട് കയറി വരരുത് എന്നാണോ? ഇനി വന്നാൽ പെട്ടത് തന്നെ. കോലോത്തെ അടുക്കളയിൽ കഞ്ഞിവെള്ളം പോലും ഇല്ലല്ലോ. അമ്മേ, അമ്മയ്ക്ക് ശരിക്കും നാണം തോന്നുന്നില്ലേ ഈ കോപ്രായങ്ങൾ തുടരാൻ? മോനെ, മതി. നിന്റെ പരിഹാസം അതിര് കടക്കുന്നു. അവസാനത്തെ അത്താഴ പ്രശ്നക്കാരനും വയറ് നിറച്ചുകൊണ്ടിട്ടേ ഈ കോലോത്തിന്റെ പടിപ്പുരവാതിൽ അടച്ചിരുന്നുള്ളൂ. ഇവിടേക്ക് കയറി വന്നവരാരും മനസ്സും വയറും നിറയാതെ പോയിട്ടില്ല. നിർഭാഗ്യവശാൽ ഇന്ന് അവസ്ഥ മോശമായി എന്ന് വെച്ച് ഇങ്ങനെ പരിഹസിക്കരുത്. അച്ഛൻ കേട്ടാ. ഓ, തുടങ്ങി പഴയ ആനത്തഴമ്പിന്റെ കാര്യം. കേട്ട് കേട്ട് മടുത്തു. ഇന്നലെ എങ്ങനെ ആയിരുന്നിട്ടെന്താ, ഇന്നെന്താ അവസ്ഥ? കഞ്ഞിയും ചുട്ട പപ്പടവും ഉപ്പിലിട്ട മാങ്ങയും. അത്താഴം ഗംഭീരം. എന്താ കേശവ, നടന്നു തളർന്നോ? വല്ലപ്പോഴും ഒക്കെ നടക്കണം. ഉണ്ണുക ഉറങ്ങുക മാത്രമാണല്ലോ ദിനചര്യ. അതാണിപ്പോൾ 5 മിനിറ്റ് നടക്കുമ്പോൾ ഈ തളർച്ചയും വെപ്രാളവും. ആർക്ക്? എനിക്കോ? ഞാൻ വേണേൽ ഓടാം,
കേശവൻ തളരില്ല. തളർന്നു എന്ന് ആരും കരുതുകയും വേണ്ട. അങ്ങുന്നിന് ഇത്തിരി ഇരിക്കണമെന്നാണ് ഇവിടെ ഇരിക്ക്. ഇത്തിരി കഴിഞ്ഞ് നടക്കാം. സ്വയം നടന്ന് തളർന്നപ്പോൾ അത് പറയാൻ മടി. എന്നിട്ട് കേശവനിട്ട് താങ്ങുക. ഇതാ ഇപ്പോൾ നന്നായ. താനും ഇരിക്കടോ. ഇവിടെ നല്ല തണലും കാറ്റും. ആ കാണുന്ന വയൽ കടന്നാൽ തിരുമേനിയുടെ മില്ലമായി അല്ലേ? ഇന്നത്തെ കാലത്ത് ഇതുപോലെ റോഡും വണ്ടിയും ഇല്ലാത്ത നാടുണ്ടോ? ശിവ ശിവ, എത്ര ദൂരം നടന്നു. ആരോ വരുന്നുണ്ടല്ലോ. ഒന്ന് വഴി ചോദിച്ചേക്കാം. ഏയ്, ഒന്ന് നിൽക്കണേ. ഈ പൂമ്പന ഇല്ലത്തേക്കുള്ള വഴി ഇതുതന്നെയല്ലേ? ഞാൻ ഈ നാട്ടുകാരനല്ല സേട്ടാ, എനിക്കറിയില്ല. കലികാലം. നാട്ടിലിപ്പോൾ മുഴുവൻ ഹിന്ദിക്കാരാണ്. എന്താ ചെയ്യുക? ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ ഹിന്ദി പറയുന്നു. പലചരക്ക് കടയിലെ ശേഖരക്കുറുപ്പ് നല്ല അസലായി ഹിന്ദി പറയുന്നു. വന്ന് വന്ന് കേരളം മൊത്തം ഹിന്ദി ആകുമോ? തനിക്ക് ഹിന്ദി അറിയോ കേശവ? എവിടെ കിണ്ടി അറിയും അല്ലേ? എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം. മേരാ പ്യാരാ ദേശവാസിയാ. ഒരാൾ കൂടി വരുന്നുണ്ട്. ഹിന്ദിക്കാരനല്ലെങ്കിൽ വഴി പറഞ്ഞു തരും. ഒന്ന് നിന്നേ. ഈ പൂമ്പന ഇല്ലത്തേക്കുള്ള വഴി ഏതാ? പൂമ്പനാറ്റില്ലത്തോ? അവിടെ ഇപ്പോൾ ആരെ കാണാനാ? തിരുമേനിയും ഭാര്യയും മകൻ്റെ കൂടെ അങ്ങ് ബാംഗ്ലൂരിലാ മറ്റാ താമസം. ഇല്ലത്തെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളൊക്കെ ഏതോ കർണാടകക്കാരനാണ് നടത്തുന്നത്. പക്ഷെ ക്ഷേത്രം ഇപ്പം അടച്ചിട്ടുണ്ടാവുമല്ലോ. ആട്ടെ, നിങ്ങൾ എവിടുന്നാ? നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടുന്ന് കണ്ടിട്ടില്ലല്ലോ. അതെ, ഞങ്ങൾ ഇത്തിരി വടക്കു നിന്ന തിരുമേനിയെ ഒന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടതാ. ഇനിയിപ്പോ തിരിച്ചു പോകാം, അത്ര തന്നെ. എടോ കേശവ, തന്നോട് എത്ര വട്ടം പറഞ്ഞതാ എവിടേക്കെങ്കിലും പോകാനിറങ്ങുമ്പോൾ കണ്ണാടി നോക്കരുതെന്ന്? നല്ല ശകുനം. കണ്ണാടി നോക്കിയത് ആരായെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ വരണ്ട, ഞാൻ പോയി തിരുമേനിയെ കണ്ടോളാമെന്ന്. അപ്പോൾ എങ്ങനെയാ? നേരിട്ട് കണ്ട് കാര്യം പറയണം എന്ന വാശിയല്ലായിരുന്നോ? ദേവിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല കേശവ. അവിടെ പൊന്നു വെക്കേണ്ടിടത്ത് പൂ വെച്ചാൽ പോരാ, പൊന്നു തന്നെ വെക്കണം. ഇനിയിപ്പോൾ ഒരു ശാന്തിക്കാരനെ തേടി എവിടെയാ പോവേണ്ടത്? മറത്താരും ഇല്ലല്ലോ. വിക്രമൻ നായർ ഇവിടെ ഇല്ലേ? മോളെ, പുറത്താരോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കിയേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെന്ന് നോക്കാം. ആരാ? ഓ, രാവണിയോ? എന്താ രാവണിയെ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കണ്ടിട്ട് കുറച്ചായല്ലോ. വഴി മറന്നിട്ടൊന്നുമല്ല സാവിത്രിയടുത്തേ, സമയമില്ല, ഓരോരോ തിരക്കുകൾ. എന്നും കോലത്തെ ഉപ്പും ചോറും തിന്ന് ജീവിച്ചാൽ പോരല്ലോ അല്ലേ? എവിടെ നായരദ്ദേഹം? ഒന്നും മുഖം കാണിക്കാൻ പറ്റുമോ? ഇത്തിരി ധൃതിയുണ്ടേ. രാവണി ഇരിക്ക്, അദ്ദേഹം ഇപ്പോൾ വരും. അമ്പലത്തിൽ പോയതാ. ആഹാ, കൊള്ളാലോ. കോലത്തെ പൂമുഖത്ത് കസേരയിൽ ഇരിക്കാനുള്ള പാങ്ങായോ രാവണിക്ക്? മുറ്റത്ത് ചവിട്ടിയാൽ പുളിവാറിന് നല്ല തല്ല് കിട്ടുമായിരുന്നു. എന്തൊരു മാറ്റല്ലേ! പണവും പ്രതാപവും അധികാരവും ഉള്ളപ്പോൾ രാവുണ്ണിമാരൊക്കെ തീണ്ടപ്പാടകലെ. അന്ന് തുടങ്ങിയ പകയാ ഒരു കനൽക്കട്ട പോലെ മനസ്സിൽ ഒളിപ്പിച്ച് കാലമത്രയും. രാവുണ്ണി കോലത്തെ കസേരയിൽ ഇരിക്കുന്നില്ല. താമസിയാതെ നടുത്തളത്തിലെ ആ സപ്രപഞ്ചക്കട്ടിൽ കയറിയിരിക്കണം. നിനക്കിപ്പോ പണവും പ്രതാപവും ഒക്കെ ഉണ്ടാവും.
നീ ചതിച്ചും വഞ്ചിച്ചും നേടിയതൊന്നും നിനക്ക് ശാശ്വതമല്ല. ഒക്കെ ഭഗവതിക്കറിയാം. എന്താ രാവുണ്ണി വിശേഷിച്ചത് വഴി? കേസിന്റെ കാര്യം ഇതിന്റെ വഴിയേ നടക്കും. അതിന്റെ നാൾ വഴികളിലെ വിജയം കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി ഇവിടം വരെ വരണമെന്നില്ല. ഞാൻ വരും, ആഘോഷിക്കും. ഇനി ഈ തറവാട് വീടും ആ പൊളിഞ്ഞ അമ്പലവും കൂടി രാവുണ്ണിക്ക് സ്വന്തമാകുന്നത് വരെ രാവുണ്ണിക്ക് പക തന്നെയാണ്. രാവുണ്ണിയുടെ മനസ്സിലെ പക അത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. രാവുണ്ണിയെ താൻ ചെല്ല്, തന്റെ സിനിമാ കളി നിർത്ത്, ഇത്തിരി മനുഷ്യനെ പോലെ ജീവിക്ക്. താൻ കള്ളത്തരവും ചതിയും കൊണ്ട് നേടിയ ഓലോത്തിന്റെ വസ്തുവകകൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു തന്ന് ഈ വിക്രമൻ നായരുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ട ഒരു കാലം വരും. ദേവി അത് സാധിച്ചു. നീർക്കോലിയും പടമെടുത്തോ? എന്റെ അച്ഛന്റെ പ്രായമായി പോയി. അല്ലെങ്കിൽ രാവണിക്ക് നേരെ ചൂണ്ടി ഈ വിരൽ കൈയടക്കം പറിച്ചെറിഞ്ഞനെ. ആ വാടോ, വാ മേനോനെ, ഇരിക്ക്. നിങ്ങൾക്ക് ഇത്തിരി നേരത്തെ വരാമായിരുന്നു. ഒരു ബാല ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അമ്പലത്തെ ഉത്സവത്തിന് നമുക്ക് ബുക്ക് ചെയ്യാം. പുതുപ്പണക്കാരൻ രാവുണ്ണി ബാലെ. എന്താ മേനെ പറയാനുള്ളത്? പുതിയ ശാന്തിക്കാരന്റെ കാര്യം നാളെ കൊണ്ട് ഏർപ്പാടാകും. വരുമാനമില്ലാത്ത അമ്പലത്തേക്ക് ആരും വരില്ലല്ലോ. നല്ല സംഖ്യ ശമ്പളമായി കൊടുക്കണം. പഴയ ദക്ഷിണയുടെ കാലമല്ലല്ലോ. എല്ലാം കൂലിക്കുള്ള വേലയായി. ചോദിക്കുന്നത് കൊടുക്കുക, അത്ര തന്നെ. വേറൊരു കാര്യം പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പറയുമ്പോ അവിടുന്ന് വിഷമിക്കരുത്. അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. താൻ കാര്യം പറ മേനനെ. എന്താ ഇത്ര വലിയ മുഖവരെയൊക്കെ? ഉത്സവാദി കാര്യങ്ങളൊക്കെ ഒരാഘോഷ കമ്മിറ്റി ഏൽപ്പിച്ചാൽ നല്ലതല്ലേ എന്നൊരു അഭിപ്രായമുണ്ട്. അമ്പലത്തിലെ നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്താൻ തന്നെ വിഷമിക്കുന്ന അങ്ങയുടെ ബുദ്ധിമുട്ടിനിടയിൽ, അല്ല കോലോത്തെ സ്ഥിതിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഈ തറവാടും ക്ഷേത്രവുമൊക്കെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. ഒരു തരി മണ്ണ് പോലും അന്യാധീനപ്പെടുത്തിയിട്ടില്ല. ഓലോത്തെ സ്വത്തും പണവും ഇരട്ടിയാക്കിയിട്ടേയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഒരു കാർമേഘം വന്ന് മറഞ്ഞ നിഴൽ മാത്രം. ഓലോത്തെ കേസിന്റെ വിധി അടുത്ത് തന്നെ ഉണ്ടാകും. കേസ് ജയിക്കും. ഇനി വിധി മറിച്ചാണേലും ഉത്സവം വിക്രമൻ നായർ നടത്തും. അത് ഇതൊക്കെ വിറ്റുപെറുക്കിയിട്ടാണേലും. രാവുണ്ണി ആയിരിക്കും പുതിയ ആഘോഷ കമ്മിറ്റി. ബാല ഫ്രീ ആയിട്ട് നടത്താലോ. കാലം മാറിയില്ലേ അങ്ങുന്നേ. ഉത്സവം ആർഭാടമാക്കണം. കൂത്തും കൂടിയാട്ടൊന്നും പോരാ. പുറത്ത് മൈതാനത്ത് സ്റ്റേജ് കെട്ടി കലാപരിപാടികൾ നടത്തണം. ആറാട്ടിന് ഒരാനയൊന്നും പോരാ. ഇടവും വലവും ചേർന്ന് നിൽക്കാൻ 5 ആനകളെങ്കിലും വേണം. കരിമരുന്ന് പ്രയോഗം വേണം എന്നൊക്കെയാണ് ആലോചന. ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥയിൽ അങ്ങ് ഒരാൾ കൂട്ടിയാൽ കൂടുവോ? ഇതൊരു കുടുംബക്ഷേത്രമാണെങ്കിലും നാടിൻ്റെ ക്ഷേത്രവും ഉത്സവമല്ലേ. നമുക്കാണ് വേറെ ഉത്സവമില്ലാതാനും. നാട്ടിലെല്ലായിടത്തും ഉത്സവമൊക്കെ ആഘോഷ കമ്മിറ്റിക്കാർ തന്നെയാണ് നടത്തുന്നത്. നിത്യവൃത്തിക്ക് തന്നെ കഷ്ടപ്പെടുന്ന ക്ഷേത്ര ഊരാളൻ ലക്ഷങ്ങൾ മുടക്കി ഉത്സവം നടത്തണമെന്ന് പറയാൻ പറ്റുമോ?
ഓ, ഉത്സവമായോ കേശവൻ നായരെ? കേസിൽപ്പെടാതെ ബാക്കിയുള്ളത് ഈ വീടും തൊടിയും മാത്ര. ഉത്സവം ഗംഭീരമാക്കി കഴിയുമ്പോൾ കടത്തിണ്ണ ശരണാകുമോ? മതി. വിക്രമൻ നായർ ജീവനോടെയുള്ളിടത്തോളം ഉത്സവം നടത്തും. അതിലൊരു മാറ്റവുമില്ല. ഈ കാര്യത്തിൽ ഇനിയൊരു ചർച്ച വേണ്ട. നിങ്ങൾക്ക് പോകാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. 27 വർഷമായി ഇവിടെ വന്നിട്ട് ഇന്നേ വരെ ഉത്സവ കാര്യത്തിൽ ഒന്നും ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. പക്ഷെ പുറമെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മനസ്സെനിക്കറിയാം. ചങ്ക് പിടയുന്നതും മനസ്സിലാവും. കേസിൻ്റെ കാര്യത്തിൽപ്പെട്ട് തുണിമില്ലുകളും ബസ് സർവീസുകളും ഒക്കെ നിലച്ച് വരുമാനം ഇല്ലാതായപ്പോഴും വർഷാവർഷത്തേക്കുള്ള നെല്ലും പയറും നിറയുന്ന 10 പുരകൾ കാലിയായപ്പോഴും ആശ്രിതർക്കും നാട്ടുകാർക്കും വെച്ച് വിളമ്പിയ അടുക്കളയിൽ ഇപ്പോൾ കഞ്ഞിയും പയറും മാത്രം വിഭവമായി വിളമ്പേണ്ടി വന്നപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയേണ്ടി വരുന്നു. നമുക്കിപ്പോൾ ഈ വീടും തൊടിയും കൂടെ സ്വന്തമായിട്ടില്ലെന്ന സത്യം അങ്ങ് മനസ്സിലാക്കണം. കേസ് നമ്മൾ ജയിക്കും. ജയിച്ചാ പഴയതെല്ലാം തിരിച്ചു കിട്ടും. പക്ഷെ എപ്പോ? അതുവരെ എങ്ങനെ? അതിനിടയിൽ അമ്പലം, ഉത്സവം, ആനയും അമ്പാരിയും മേളവും. സാവിത്രി, അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരുടെ മുതലും കൈയടക്കിയിട്ടില്ല, പരദേവതയെ മറന്ന് ഒന്നും ചെയ്തിട്ടില്ല. ദേവി നമ്മളെ കൈവിടില്ല. നിന്റെ കണ്ണ് നിറയുമ്പോൾ, നിന്റെ സ്വരമൊന്ന് ഇടറുമ്പോൾ എനിക്കറിയാം തരമില്ല. ഇതൊക്കെ ദേവിയുടെ പരീക്ഷണങ്ങളാണ്. എല്ലാം ശരിയാകും. നീ നോക്കിക്കോ, ദേവി നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കൈവിടില്ല. മാതർമേ മധുഘൈഡഭഗ്നിമഹിഷ പ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർധിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തംബികേ. അഷ്ടോഭുജാംഗിം മഹിഷസ്യ മർദിനി സശങ്കുചക്രം ശരശൂലധാരിണീം താം ദിവ്യയോഗിം സഹജാതവേദസിം ദുർഗാം സദാഹം ശരണം പ്രപദ്യേ. ദുർഗാം സദാഹം ശരണം പ്രപദ്യേ. തിരുമേനി, ഉണ്ണിയുടെ പിറന്നാളാണ്. മീനമാസത്തിലെ തിരുവോണം. പുഷ്പാഞ്ജലിയും കടുംപായസവും വേണം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. എന്തേ? ചോദിച്ചോളൂ. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തൊഴാൻ വന്നാൽ എന്താ? ഉണ്ണി ഇപ്പോ തൊഴുത് അങ്ങോട്ട് പോയതേ ഉള്ളൂ. തനിക്ക് തലയ്ക്ക് വെളിവില്ലാതായോ മേനനെ? ഉണ്ണി അമ്പലത്തിൽ വരാനോ? ഇവിടെ ഇപ്പോൾ ഈ മീനമാസത്തിൽ ഇടിവെട്ടി മഴ പെയ്തു എന്ന് താൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഉണ്ണി അമ്പലത്തിൽ വന്നോ പിറന്നാളായിട്ട്? പിറന്നാളായത് കൊണ്ടൊന്നല്ല. കുറേ ദിവസമായി ഉണ്ണി എന്നും രാവിലെ
അമ്പലത്തിൽ വരാറുണ്ട്. എൻ്റെ ദേവിയേ, ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ? എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കണ കാര്യാ. എത്ര പറഞ്ഞ് നിർബന്ധിച്ചിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത കുട്ടിയല്ലേ. എല്ലാം ദേവിയുടെ കൃപ. നോക്ക്, ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞില്ലേ ദേവി നമ്മളെ കൈവിടില്ല. മേളക്കാരുടെ കാര്യം കൂടി തീരുമാനിക്കണം. ഇക്കുറി മേളം കൊഴിപ്പിക്കണമെന്ന് തന്നെയാ കമ്മിറ്റിക്കാരുടെ വാശി. ഒഴിപ്പിക്കാലോ? ഒന്നിനും ഒരു കുറവും വേണ്ട. ഒരുപക്ഷേ എനിക്ക് നടത്താൻ പറ്റുന്ന വേറെ ഒരു ഉത്സവം ഇനി ഇല്ലെങ്കിലോ? താൻ ചെന്ന രാവുണ്ണിയോട് പറ. അയാൾ പറയുന്ന പ്രമാണത്തിലൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് പണം തരാൻ. എന്തൊക്കെയായി പറയുന്നത്? ഈ തറവാടും വസ്തു ഒന്നും രാവണിക്ക് കൊടുക്കരുത്. ഇനി കേസ് ജയിച്ചിട്ട് ഉത്സവം നടത്താം. അതുവരെ ഉത്സവം വേണ്ടാന്ന് ഉറപ്പിച്ചു പറ. അരുത്, ദേവിയുടെ ഉത്സവം മുടങ്ങരുത്. ഉത്സവം നടക്കണം, ആർഭാടമായി തന്നെ നടക്കണം. അതിനൊരു മാറ്റവുമില്ല. വരുന്നുണ്ട്. ഞാനിപ്പോൾ കേശവനോട് പറഞ്ഞതേയുള്ളൂ രാവുണ്ണിയെ ചെന്ന് കാണാൻ. അതാണ് ഈ രാവണി. ഇവിടെ മനസ്സിൽ കാണുമ്പോൾ രാവണി അത് മാനത്ത് കാണും. പിന്നെ സമയമൊട്ടുമില്ല വെറുതെ കളയാൻ. ഉത്സവം ഇങ്ങടുത്തു. ഉത്സവത്തിന്റെ കാര്യം തന്നെയാണ് ഞാനും കേശവനും കൂടെ സംസാരിക്കുന്നത്. ഈ വർഷം ഉത്സവം ഗംഭീരമാക്കണം. അയ്യോ എന്റെ ദേവിയെ, എന്നെ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ. തട്ടുംപുറത്ത് കുടുക്ക പൊട്ടിച്ചും അടുക്കളയിലെ അരിക്കലത്തിലെ നാണയത്തുട്ടുകൾ പൊറുക്കി കൂട്ടിയുമാണോ ഉത്സവം നടത്താൻ പോകുന്നത്? വിക്രമൻ നായരുടെ കാലം കഴിഞ്ഞു. ഇനി നാമം ജപിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ഉത്സവം ഇനി ഞങ്ങൾ നടത്തും. രാവുണ്ണി ജനിക്കുന്നതിന് മുന്നേ ഉത്സവം നടത്തി തുടങ്ങിയതാ ഇവിടുന്ന്. തന്റെ അഹന്തയും അഹങ്കാരവും ഒക്കെ പടിപ്പുരക്ക് വെളിയിൽ. മതി, താനൊന്ന് പോയേ. എടോ കിളവാ, എന്നോട് പല വട്ടം പറഞ്ഞതാ എന്റെ നേരെ തന്റെ ഈ ചുക്കി ചുളിഞ്ഞ വിരൽ ചൂണ്ടരുതെന്ന്. രാവണിക്ക് അല്ലെങ്കിൽ നിലതെറ്റിരിക്കുക. വെറും നിലയല്ല, സമനില തന്നെയാണ് തെറ്റിയത്. ചങ്ങലക്കിടേണ്ടി വരും. കിളവാ, എടോ രാവുണ്ണി, തന്നെ കാണാൻ പറഞ്ഞത് ഉത്സവം നടത്താൻ പറയാനല്ല. ഞാൻ അന്ന് പറഞ്ഞ പ്രമാണങ്ങളിലൊക്കെ ഒപ്പിട്ടു തന്ന് കുറച്ച് കാശ് വാങ്ങിക്കാനാണ്. ഔദാര്യമായിട്ടല്ല. എനിക്ക് പലിശ കിട്ടിയാൽ മതിയല്ലോ, പിന്നെന്താ? അങ്ങനെ പലിശ മുതൽ എന്റെ പണം കൊണ്ട് ഇയാൾ ഉത്സവം നടത്താൻ അതിനി നടക്കില്ല വിക്രമൻ നായർ. അദ്ദേഹം രാവുണ്ണിക്ക് പലിശ വേണ്ട. ഈ നാട്ടിൽ വേറൊരുത്തനും വിക്രമൻ നായർക്ക് പണം തരില്ല. പൊട്ടിപ്പാലീസായ വിക്രമൻ നായർ എങ്ങനെ തിരിച്ചു കൊടുക്കും? കേസിന്റെ വിധി വന്നാൽ പിന്നെ ഈ നാലുകെട്ടും പടിപ്പുരയും വരെ ഈ രാവുണ്ണിയുടേതാവില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഉത്സവം നടത്തുന്ന കാര്യം തൽക്കാലം മറന്നേക്ക്. അത് ഇനി രാവുണ്ണിയുടെ സ്വപ്നമാണ്. സ്വപ്നം. കേശവ, പൂരം കഴിഞ്ഞോ? അകത്തുനിന്ന് എല്ലാം കേട്ടല്ലോ. പിന്നെ ഇനി എന്തു പറയാനാ? എനിക്കെന്തോ ഒരു പേടിയാ. എന്തിനാ മനുഷ്യർക്ക് ഇത്രയും വാശിയും വൈരാഗ്യവും? ദേവിയുടെ ഉത്സവല്ലേ, രാവണി തന്നെ നടത്തട്ടെ. ഇത്രയും കാലം ഇവിടുന്ന് നടത്തിയത് ദേവിക്ക് മതിയായി കാണും. അതാണല്ലോ ഈ അവസ്ഥയിലെത്തിയത്. സാവിത്രി, ഇക്കാര്യത്തിൽ താൻ അഭിപ്രായം പറയണ്ട. എനിക്ക് വാശിയൊന്നുമില്ല. തലമുറകളായിട്ട് കൈമാറി കിട്ടിയതല്ലേ ക്ഷേത്രവും ഉത്സവവുമൊക്കെ. അത് കൈവിട്ടുകൂടാ. ഇനി താൻ പറഞ്ഞ പോലെ വിക്രമൻ നായർ ഉത്സവം നടത്തുന്നത് ദേവിക്ക് മടുത്തെങ്കിൽ വേണ്ട. ആ മനസ്സ് നീറിപ്പിടയുകയാണ്. ഇനി ഇവിടുന്ന് കൂടെ വേണ്ട, ഒന്നും പറയണ്ട.
കേശവൻ പോവുകയാണേ. നാളെ വരാം. അച്ഛനെവിടെ? ഉറങ്ങിയോ? അകത്തുണ്ട്. ആ രാവണ്ണി വന്നിരുന്നു. പതിവ് പോലെ വെല്ലുവിളിച്ചും വാശി കാണിച്ചുമൊക്കെ എന്തൊക്കെയോ പുലമ്പിപ്പോയി. അച്ഛനാകെ വിഷമമായെന്ന് തോന്നുന്നു. രാവുണ്ണി വന്നോ? എന്ത് ചെയ്യാം, അയാൾക്ക് പണമുണ്ട്. അതുകൊണ്ട് കൂടെ കുറേ ആൾബലവും. കമ്മറ്റിക്കാർ വരെ ഇപ്പോൾ രാവുണ്ണിയുടെ വാലാ. ഉത്സവത്തിന് തൃശ്ശൂരിൽ നിന്നും മേളക്കാരും ആനക്കാരും ഒക്കെ വരുന്നുണ്ട് പോലും. ആ രാവണ്ണി കാശ് വാരി എറിഞ്ഞ് കളിക്കുകയാണ്. മോനെ ഉണ്ണി, വിധി നമുക്ക് അനുകൂലമാകുമോ? കേസ് ജയിക്കുവോ? നീ അമ്മയോട് തുറന്നു പറ. ഇല്ല അമ്മേ, ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്നാ വക്കീൽ പറഞ്ഞത്. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരസാർധൂല കർത്തവ്യം ദൈവമാഹ്നികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഇതെന്താ ഉമ്മറത്താരുമില്ലല്ലോ. സാവിത്രിയേടത്തി, മോനെ ഉണ്ണി. ആഹാ, കേശവൻ നേരത്തെ എത്തിയോ? താൻ വല്ലതും കഴിച്ചിട്ടാണോ വരുന്നത്? ഇല്ലെങ്കിൽ അകത്ത് ചെല്ല്. ഉള്ളതെന്താച്ചാ കഴിക്കുക. ഇനി ചിലപ്പോൾ ഈ തറവാട്ടിൽ നിന്നൊന്നും കഴിക്കാൻ ഒത്തില്ലെങ്കിലോ? ഓ, തുടങ്ങിയല്ലോ. അല്ലെങ്കിൽ വേണ്ട. ഞാനിരിക്കുന്ന ഈ ചാരുകസേരയിൽ ഇനി രാവുണ്ണി ഇരിക്കും. നയത്തിലും താളത്തിലും ഒക്കെ കൂടിയാൽ തനിക്ക് ഈ കസേര ചുവട്ടിൽ ഇനിയും ഇരിക്കാം, കാര്യസ്ഥനായിട്ട് തന്നെ. പിന്നെയൊന്നും വിഭവസമൃദ്ധമായ ഊണും കഴിച്ച് ആർഭാടമായി ജീവിക്കാലോ. അങ്ങുന്നേ, കേശവൻ ആർഭാടമായിട്ട് തല ഉയർത്തി തന്നെ നടന്നിട്ടുണ്ട്. ഈ കോലത്തെ കാര്യസ്ഥൻ എന്നത് അഭിമാനമായി തന്നെ എന്ന് കരുതി. പക്ഷേ കേശവൻ ആ രാവുണ്ണിയുടെ കാര്യസ്ഥപ്പണി ഏൽക്കില്ല. അതിലും ഭേദം. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് വിധി വരുന്ന ദിവസമല്ലേ? സാവിത്രി മക്കളൊക്കെ അമ്പലത്തിൽ പോയേക്കുവാ. ഞാൻ കോടതിയിലേക്കില്ല. താൻ പോയാൽ മതി വിധി കേൾക്കാൻ. അതെങ്ങനെ ശരിയാകും? ഒക്കെ ശരിയാകൂടോ. താൻ പോയി വക്കീലിനെ കണ്ടാൽ മതി. എന്നിട്ട് വിധി കേട്ട് നേരെ ഇങ്ങോട്ട് പോന്നോളൂ. എന്തേ സാവിത്രി, മുഖം വല്ലാതെ വാടിയല്ലോ. താൻ കരഞ്ഞോ? ഓ, ദേവിയോട് കരഞ്ഞു കാണിച്ചതാണോ കേസിൻ്റെ വിധി നമുക്ക് അനുകൂലമാകാൻ? അമ്പലത്തില് വലിയ ആഘോഷമാണ്. കേസ് രാവണി ജയിക്കുമെന്ന സംസാരം. വിക്രമൻ നായർ അദ്ദേഹം കോടതിയിലോട്ട് വരുന്നില്ലേ? വാ, നമുക്ക് ഒരുമിച്ച് പോകാം. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം നേരെ ഇങ്ങോട്ട്. വിക്രമൻ നായർക്കും കുടുംബത്തിനും വേണ്ടി രാവുണ്ണിയുടെ പഴയ തേങ്ങാപ്പുര അടിച്ചു തുടച്ച് വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ. രാവുണ്ണി വിക്രമൻ നായരെയും കുടുംബത്തെയും പെരുവഴിയിലാക്കി എന്ന ദുഷ്പേര് കേൾക്കണ്ടല്ലോ. സൗകര്യം ഇത്തിരി കുറവാണേലും സുഖമായിട്ട് അവിടെ കഴിയാം ഈ രാവുണ്ണിയുടെ ഔദാര്യത്തിൽ. രാവുണ്ണിക്ക് നട്ടഭ്രാന്ത, ആർത്തിയും ദുരയും മൂത്ത പ്രാന്ത്. ഇതൊന്നും കാര്യമാക്കണ്ട. കോടതിയിൽ ഞാൻ പോയിക്കൊള്ളാം. ദേവി നമ്മുടെ കൂടെ തന്നെയുണ്ട്, എനിക്കുറപ്പാ. സാവിത്രി, താൻ വേഗം നല്ലൊരു ഊണ് തയ്യാറാക്ക്. ഉള്ളതൊക്കെ വെച്ച് വിഭവസമൃദ്ധമായൊരു ഊണ്. ദേവിയും നമ്മളെ കൈവിട്ടു. നെഞ്ചുരുകി വിളിച്ചിട്ടും കരുണ കാട്ടിയില്ലല്ലോ.
വിക്രമൻ നായരുടെ പരിചരണം മതിയായി കാണും. മോനെ ഉണ്ണി, അച്ഛൻ തോറ്റുപോയടാ. ചിറക് വിരിച്ച് പറന്നുയരേണ്ട സമയത്ത് നിന്റെ ചിറക് വിടരാൻ അനുവദിക്കാത്ത ആളാണ് ഈ അച്ഛൻ. തിരുകടന്ന ആത്മവിശ്വാസം, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കരുതി ശിക്ഷ കിട്ടില്ലല്ലോ എന്ന ആത്മവിശ്വാസം, കാപട്യം നിറഞ്ഞ ഈ ലോകത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്റെ മക്കൾ ഈ അച്ഛനോട് ക്ഷമിക്കണം. സകല സൗഭാഗ്യങ്ങളോടും കൂടി രാജകുമാരന്മാരെ പോലെ വളരേണ്ട കുട്ടികൾ നല്ല ഭക്ഷണമോ ഉടുപ്പ് പോലുമില്ലാതെ, ഒരു സൗഭാഗ്യവും അനുവദിക്കാതെ, അച്ഛന്റെ കുറ്റമാണ്. പാപിയാണ് ഈ അച്ഛൻ. മതി, നിർത്ത്. ഈ മണിമാളികയിൽ നിന്ന് രാവണിയുടെ ഔദാര്യത്തിന്റെ തേങ്ങാപ്പുരയിലേക്ക് പോകാൻ മാത്രം പറയരുത്, എന്നോടും എന്റെ കുട്ടികളോടും. ദേവിക്ക് നേദിച്ച കടുംപായസമാണ്. നമുക്ക് സന്തോഷത്തോടെ ഈ പായസം കഴിക്കാം. എൻ്റെ മക്കൾക്ക് അമ്മ വാരിത്തരാം. നമ്മൾ വേണ്ടാത്ത ഈ ലോകത്ത് നമ്മൾ എന്തിനാ? മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒരു കുടുംബമായിട്ട് ജനിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചതിന് അമ്മയോട് നന്ദി പറയാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. സാവിത്രി, നീയാണ് ശരി. ആദ്യം എനിക്ക് തന്നെ തരൂ നിന്റെ കൈകൊണ്ട്. ശേഷം നിങ്ങളും കഴിച്ചോളൂ. കേസിന്റെ വിധി കേട്ട് ആഹ്ലാദിച്ചു വരുന്ന രാവുണ്ണി നമ്മുടെയൊക്കെ ചേതനയറ്റ ശരീരം കാണുമ്പോഴെങ്കിലും തോറ്റു എന്ന ബോധ്യം വരട്ടെ. കേസ് നമ്മൾ ജയിച്ചു. മാളിക വീട്ടിൽ രാമഭദ്രൻ നായർ മകൻ വിക്രമൻ നായർ കേസ് ജയിച്ചിരിക്കുന്നു. രാവുണ്ണി കൈവശപ്പെടുത്തിയ മുഴുവൻ വസ്തുവകകളും തിരിച്ചു തരാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. രാവുണ്ണിയെ കോടതി ശിക്ഷിച്ചു, ജയിലിലേക്ക് അയച്ചു. സത്യമാണോ കേശവ? നമ്മൾ കേസ് ജയിച്ചോ? ജയിച്ചു, സത്യം. വിധിപ്പകർപ്പും കൊണ്ട് വക്കീൽ ഇപ്പോൾ വരും. കേശവ, താൻ സത്യമാണോ പറയുന്നത്? എന്റെ ദേവിയെ, ഇത്രയും കടുത്ത പരീക്ഷണം വേണമായിരുന്നോ? കേശവ, താൻ വരാൻ ഇത്തിരി വൈകിയിരുന്നെങ്കിൽ. സാവിത്രിയെ, മക്കളെ, എന്റെ പരദൈവങ്ങളെ, കേശവൻ വെറും കാര്യസ്ഥനായിട്ടായിരുന്നോ ഇത്രയും നാൾ? നല്ല കാലത്തും കെട്ടകാലത്തും ഒരു നിഴല് പോലെ കൂടെ നിന്നതല്ലേ? എന്നിട്ട് ഈ വിഷം കഴിക്കാൻ നേരം മാത്രമേ കേശവനെ ഒഴിവാക്കി. കേശവൻ എന്നോട് ക്ഷമിക്കൂ. ഒരു നിമിഷം മനസ്സ് മരവിച്ചു പോയി. കേസ് തോറ്റ് രാവണിയുടെ മുന്നിൽ ഔദാര്യത്തിന്റെ ഭിക്ഷ സ്വീകരിക്കേണ്ടി വരുമെന്ന് ഓർത്തപ്പോ ഇനി ജീവിക്കണ്ടെന്ന് ഞാനാ തീരുമാനിച്ചത്. എന്റെ മക്കളെ കൂടി എന്തൊരു മഹാഭാവമായിപ്പോയി. ദേവിയുടെ പരീക്ഷണമാണ് സാവിത്രി. എല്ലാം അവിടുത്തെ ലീലാവിലാസങ്ങൾ. കണ്ണു തുറക്കുക. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് നീങ്ങി. ഇനി
സന്തോഷത്തിന്റെ നാളുകളല്ലേ. ഓ കേശവ, ഞാൻ ചെന്ന മേനോനോട് വരാൻ പറ. ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. കേസ് ഇവിടുന്ന് ജയിച്ചു എന്ന് കേട്ടതും നേരെ ഇങ്ങോട്ട് പോന്നു. അല്ലെങ്കിലും എനിക്കുറപ്പായിരുന്നു കേസ് ഇവിടുന്ന് തന്നെ ജയിക്കുമെന്ന്. എന്നിട്ടാണോ രാവിലെ അമ്പലത്തിൽ രാവുണ്ണിയുടെ കൂടെ ആഘോഷിക്കുന്നത് കണ്ടത്? അത് പിന്നെ അത് പോട്ടെ, ഇന്ന് അമ്പലത്തിൽ നിറമാലയും ചുറ്റുവിളക്കും ഏർപ്പാടാക്കണം. എപ്പോ ഏർപ്പാടാക്കിയെന്ന് ചോദിച്ചാ പോരെ? വിശേഷാൽ വാദ്യ സമേതം തന്നെ ആയിക്കോട്ടെ. പിന്നെ മേനനെ, ഉത്സവത്തിന് താൻ പറഞ്ഞ ആർഭാടങ്ങളെല്ലാം ആയിക്കോട്ടെ, ഒന്നിനും ഒരു കുറവും വേണ്ട. അത് പിന്നെ പറയാനുണ്ടോ? പക്ഷേ ഒരു കാര്യം മാത്രം പറ്റൂലല്ലോ. ഈ മേനോനുള്ളപ്പോൾ നടക്കാത്തൊരു കാര്യോ? അതേത് കാര്യമാണ് കേശവ? ഒന്ന് പറ. താൻ പറയടോ കേശവ, പറ. പറ കേശവ മാമ, പറ. പുതുപ്പണക്കാരൻ രാവുണ്ണി ബാലേ.